എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. SSC GD 2026 എക്സാംസ് ഒക്കെ നടക്കാൻ പോകുവാണ്. ഓക്കെ, അപ്പം ആ എക്സാം നടക്കാനിരിക്കെ നമ്മുടെ SSC ഒരു GD യെ പറ്റി ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു നോട്ടീസ് അവർ 2 ദിവസം മുന്നേ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്താ നമുക്ക് നോക്കാം. അതായത് ചലഞ്ച് അല്ലെങ്കിൽ ഒബ്ജെക്ഷൻ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആൻസർ കീ ഒക്കെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജെക്ഷൻ കൊടുക്കാം അല്ലേ. അപ്പോൾ നേരത്തെ ഉള്ള ഒബ്ജെക്ഷനിൽ നിന്നും ഇപ്പൊ എന്തൊക്കെയോ ഡിഫറൻസുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ ഇപ്പൊ ഇനി എക്സാം എഴുതുന്നവർ അതും കൂടി ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിട്ട് പോവുക. എന്താന്ന് വെച്ചാല് അപ്പൊ നോക്കേ, നോട്ടീസ് കോൺസ്റ്റബിൾ ഇൻ GD, CAPF and SSF and GD in Assam Rifles guidelines on the challenge objection management system regarding എന്തിനെ പറ്റിയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്ന നമുക്ക് നമ്മുടെ ഉത്തരം ശരിയാണ്, പക്ഷെ ആൻസർ കീ വന്നപ്പോൾ തെറ്റി. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്ട് ചെയ്യാറുണ്ട് അല്ലേ, ചലഞ്ച് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് SSCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചലഞ്ച് അല്ലെങ്കിൽ ഒബ്ജെക്ഷൻ കൊടുക്കേണ്ടത് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിന്റെ അനുബന്ധമായിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒബ്ജെക്ഷൻ കൊടുക്കാൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദ ക്വസ്റ്റ്യൻ ഇസ് ഫൗണ്ട് ടു ബി ആംബിക്വസ് ഓർ ദർ ആർ എറേഴ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ അഫക്റ്റിംഗ് ഇറ്റ്സ് ക്ലാരിറ്റി ഓർ കറക്റ്റ്നെസ് ഓർ ദർ ആർ നോ കറക്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ. അതായത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ കൊടുക്കാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തല്ല, ക്ലിയർ അല്ല. ഓക്കെ, ക്ലിയർ അല്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ഒരു ക്ലാരിറ്റി ഇല്ല, നമുക്ക് ഇങ്ങോട്ടങ്ങ് പിടി കിട്ടിയില്ലടാ. ഓക്കെ, അങ്ങനെ വരുന്ന കേസുകളിലാണെങ്കിൽ, ഇൻ സച്ച് കേസസ് ക്വസ്റ്റ്യൻ ഷാൽ ബി ഡിസ്കാർഡഡ് ആൻഡ് മാർക്സ് അലോക്കേറ്റഡ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ shall be added to the total mark obtained by each candidate irrespective of whether any candidate has attempted the question or not. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആ ക്വസ്റ്റ്യൻ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അവർക്ക് എന്ത് കിട്ടും, മാർക്ക് ആഡ് ഓൺ ചെയ്യും എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസിൽ എന്തില്ല, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവർ ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം ആ മാർക്ക് എന്ത് കൊടുക്കും, ആഡ് ചെയ്യും. അതിപ്പോ ക്വസ്റ്റ്യൻ എഴുതിയ വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് അറ്റംപ്റ്റഡ് ദ ക്വസ്റ്റ്യൻ, അപ്പൊ ഉദ്യോഗാർത്ഥി അത് എഴുതിയില്ല അല്ലെങ്കിൽ എഴുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്തുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻസ് മാർക്ക് ആഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Once the candidate may not, once a question has been discarded, it ceases to have any impact on the relative merit position of the candidate. The merit is effectively designed on the basis of performance of the candidate remaining question. അപ്പോൾ അതിപ്പോൾ നിങ്ങളിപ്പോൾ 20 ക്വസ്റ്റ്യൻ എഴുതി, മാക്സിമം ക്വസ്റ്റ്യൻ തെറ്റാണ്, ഓക്കെ, അത് ക്ലാരിറ്റി ഇല്ല. സോ ആ ക്ലാരിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഡിസ്കാർഡ് ചെയ്തിട്ട് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യും. റിമൈനിങ് 19 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് ബാധിക്കുക. ആ മാർക്ക് നിങ്ങൾക്ക് എടുക്കില്ല, ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ എറർ എന്തെങ്കിലും കറക്റ്റ് കുറവുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ചെയ്യാം. രണ്ടാമത്തെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഹാസ് മോർ ദാൻ വൺ കറക്റ്റ് ഓപ്ഷൻ. കഴിഞ്ഞ CPO പരീക്ഷയ്ക്ക് ഒരുപാട് കേസ് വന്നെന്ന് പറഞ്ഞാൽ 2 ഉത്തരം കയറി വരും. അത് മോസ്റ്റ് പ്രോബബ്ലി വരുന്നത് റീസണിങ്ങിലാണ്. റീസണിങ്ങിൽ ചിലപ്പോൾ നമ്പർ സീരീസും സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരാൾ ഇപ്പോൾ 2, 4, 6, 8 അപ്പൊ അങ്ങനത്തെ സീക്വൻസ് ഒക്കെ വരുമ്പോഴേ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ 2 രീതി ചെയ്യുമ്പോൾ ഉത്തരം കിട്ടണം. അപ്പൊ ആ 2 ഓപ്ഷനും അതിലുണ്ടെങ്കിൽ, അതായത് 2 ഓപ്ഷനും എന്താണ്, ആ ക്വസ്റ്റ്യന്റെ ഉത്തരവായിട്ട് വരുന്ന കേസുകളിൽ എന്താണ്, ഇൻ സച്ച് കേസസ് ഫുൾ മാർക്ക് വിൽ ബി അവോർഡഡ് ടു ഓൾ ദോസ് കാൻഡിഡേറ്റ് ഹു ഹാവ് ചോസൺ എനി ഓഫ് ദ കറക്റ്റ് ഓപ്ഷൻ. അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ A ഓപ്ഷനും C ഓപ്ഷനും ശരിയാണ്. അപ്പൊ നിങ്ങൾ ഒരാൾ A എഴുതി, അയാൾക്ക് മാർക്ക് കിട്ടി. ഒരാൾ C എഴുതി, അയാൾക്കും എന്ത് കിട്ടും, മാർക്ക് കിട്ടും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അവരുടെ ലോജിക്ക് വെച്ചിട്ട് എന്താണോ ഉത്തരം അതായിരിക്കും എന്താന്ന് പറയുന്നത്, അവർ മാർക്ക് തരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ചലഞ്ച് അല്ലെങ്കിൽ ഒബ്ജെക്ഷൻ കൊടുക്കുവാണെങ്കിൽ, അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഒബ്ജെക്ഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഇതൊക്കെ മനസ്സിൽ വെക്കണം. ഓക്കെ, ഇപ്പം എങ്ങനെ എഴുതിയാലും മാർക്ക് പൊട്ടത്തെറ്റ് എഴുതി വെച്ചിട്ട് വരരുത്. ഇങ്ങനെ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും, ആ 2 ഓപ്ഷൻസ് ഉത്തരവായിട്ട് വരുവാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്താ കിട്ടും, മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് 3 ഓപ്ഷൻ. ഒരു ക്വസ്റ്റിനകത്ത് തന്നെ 3 ഓപ്ഷൻ, നിങ്ങൾക്ക് 3 കറക്റ്റ് ഓപ്ഷൻസ് വരുവാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഇതിൽ ഏതെങ്കിലും 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഉത്തരവായിട്ട് കിട്ടുന്നതുണ്ടെങ്കിൽ ആ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു കാൻഡിഡേറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എക്സാമിന് ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അടിക്കാമായിരുന്നു. നെഗറ്റീവ് ഉണ്ടായത് കൊണ്ട് എല്ലാം കൂടി ചടികേറി വെക്കാൻ പറ്റില്ല. കാരണം 4 ഓപ്ഷനിൽ
മൂന്ന് രീതിയിലും ചിന്തിച്ചാൽ 3 ഉത്തരം കിട്ടും. ആ 3 ഉത്തരം ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് രണ്ടും ഉണ്ട് അതിനകത്ത്. ദെൻ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഡീംഡ് ഔട്ട് ടു ബി ഔട്ട് ഓഫ് സിലബസ്. ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ എന്താ ചെയ്യാം? ദ സിലബസ് ഓഫ് വേരിയസ് എക്സാംസ് ആർ ബ്രോഡ്ലി ഡിഫൈൻഡ് as the candidate expect to come prepared keeping in view of, അതായത് അവരുടെ മെട്രിക്കുലേഷൻ ലെവലും ഹയർ സെക്കൻഡറി ലെവലും ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇൻ എക്സെപ്ഷണൽ റെയർ കേസുകളിൽ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആഫ്റ്റർ റിവ്യൂയിങ് ദ ചലഞ്ചസ് കം ടു കൺക്ലൂഷൻ ദാറ്റ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ സച്ച് എ ക്വസ്റ്റ്യൻ വിൽ ബി ഡിസ്കാർഡഡ് ആൻഡ് മാർക്ക് ബി അവാർഡഡ് ടു ഓൾ ദ കാൻഡിഡേറ്റ് റെസ്പെക്റ്റീവ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ 10th ലെവൽ ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ 10th ലെവൽ ഇപ്പോൾ സിലബസ് ഇപ്പം സപ്പോസ് ട്രിഗണോമെട്രി ഇല്ല എന്ന് വിചാരിക്കുക, പക്ഷേ ട്രിഗണോമെട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, പക്ഷെ അത് CGL-ലുണ്ട് അല്ലെങ്കിൽ +2 ലെവലുണ്ട്, എക്സാമ്പിൾ ആണ്. അപ്പോൾ 10th ലെവൽ എക്സാമിന് നിങ്ങൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചില കുട്ടികൾ ആൻസർ ചെയ്യും, കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട് എല്ലാ ലെവലും, അപ്പോൾ അത് ആൻസർ ചെയ്യും. ഇപ്പോൾ ഒരു കുട്ടി അത് ഒബ്ജെക്ഷൻ വെച്ചു, അത് സിലബസിലില്ല, അപ്പോൾ അത് എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ ഒബ്ജെക്ഷൻ കൊടുക്കുന്ന പക്ഷം അവിടുത്തെ സബ്ജക്ട് എക്സ്പേർട്ടുകൾ എന്ത് ചെയ്യും? അത് അനലൈസ് ചെയ്തതിന് ശേഷം ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് അവർ ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും മാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഔട്ട് ഓഫ് സിലബസ് വന്നാൽ ഇനി മുതൽ എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ആൻഡ് പ്രധാനപ്പെട്ട ഒരു ഇതാണ് ലാംഗ്വേജിന്റെ കേസ്. അതായത് നമുക്കറിയാം, നമുക്ക് പല ഭാഷയിൽ എഴുതാൻ പറ്റും. നമ്മൾ റീജിയണൽ ലാംഗ്വേജ് മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട് അല്ലേ? അപ്പോൾ ആ കേസുകളിൽ ലാംഗ്വേജ് എറർ വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം. ഫില്ലിംഗ് ദ ആപ്ലിക്കേഷൻ ഫോം ഓൾ ദ കാൻഡിഡേറ്റ് വിൽ ബി റിക്വയർഡ് ടു ഇൻഡിക്കേറ്റ് ദ മീഡിയം. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇംഗ്ലീഷ് ആണോ നമ്മൾ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്യാറുണ്ടല്ലോ, ഇംഗ്ലീഷ് ആണോ മലയാളമാണോ, ചിലർ മലയാളം പറയും, ഹിന്ദി പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അപ്പയർ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത കാര്യമാണ്. കാൻഡിഡേറ്റ് ചൂസിങ് either ഇംഗ്ലീഷ് ഓർ ഹിന്ദി മീഡിയം ഇൻ ദർ ആപ്ലിക്കേഷൻ ഫോം വിൽ ബി ഏബിൾ ടു വ്യൂ ദ ക്വസ്റ്റ്യൻ ബോത്ത് ഇൻ ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എക്സാമിന് പോയിരിക്കുമ്പം ഇംഗ്ലീഷോ ഹിന്ദിയിലോ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, however, they would be able to mark their answer and submit the same only in the medium or language chosen by them while filling the application form. അതായത് നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് പരീക്ഷയ്ക്ക് ഓപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ മലയാളം, ഞാൻ പരീക്ഷയ്ക്ക് മലയാളം ഓപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ മലയാളം ഓപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് പോയിരിക്കുവാണ്. അപ്പോൾ മലയാളത്തിൽ ഞാൻ നോക്കി, പക്ഷെ മലയാളം ക്വസ്റ്റ്യൻ വായിച്ചപ്പം എനിക്ക് അങ്ങോട്ടൊന്നും പിടികിട്ടിയില്ല. കാരണം അവർ ക്വസ്റ്റ്യൻ ഇടുന്നത് എന്താണ്? ഇംഗ്ലീഷിലാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് മലയാളത്തിൽ ഹിന്ദിയിലൊക്കെ വരുന്നത്. സോ മലയാളം വായിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് എടുത്തു. ഇംഗ്ലീഷ് നോക്കിയപ്പോൾ ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇംഗ്ലീഷിൽ മാർക്ക് അങ്ങ് കുത്തിയും വെച്ച് എന്താ ഓപ്ഷൻ അങ്ങ് ആൻസർ ചെയ്തു. ബട്ട് അത് എന്ത് ചെയ്യത്തില്ല? കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഞാൻ മലയാളമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നത് മലയാളത്തിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. അപ്പം നിങ്ങൾ ഹിന്ദിയിലാണ്, മലയാളം നിങ്ങൾ വായിച്ചോ, സപ്പോസ് ഇപ്പം ഉത്തരം എല്ലാം നമുക്കിപ്പോൾ 1, 2 ഇപ്പം ഡിജിറ്റൊക്കെ ആയിരിക്കും വരുന്നത് അല്ലേ? കണക്കിലൊക്കെ ആണെങ്കിൽ, കണക്കിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിലോട്ട് നോക്കാം, പക്ഷെ ഉത്തരം മാർക്ക് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെ തിരിച്ചു വരണം, മലയാളത്തിലോട്ട് പോകരുത്. ഓക്കെ ആണോ? ദെൻ അടുത്തത് ഹിന്ദി ടു ഇലിസ്ട്രേറ്റ് ഹിയർ. അപ്പം അതാണ് ആ ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നത്. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? ചൂസ് ചെയ്ത് കാണാൻ പറ്റും, പക്ഷെ നമ്മുടെ ഉത്തരം മാർക്ക് ചെയ്യുന്നത് സബ്മിറ്റ് ദർ ആൻസേഴ്സ് ഓൺലി ഇൻ ദ ലാംഗ്വേജ് സ്പെസിഫൈഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം പറയുന്നത്, ഇതൊരു ട്രാൻസ്ലേഷൻ എറർ വരുന്ന കേസാണ്. അതായത് ഇൻ കേസ് ഓഫ് എ ട്രാൻസ്ലേഷൻ എറർ or an error in any specific language, the question will be evaluated by the SME independently for that language in accordance with the guideline. Okay, then for instance, if a question is correct in the English version but due to error in the Punjabi version, the question become ambiguous. In that case, question will be discarded only for Punjab. അതായത് എന്താ ഇവിടെ പറയുന്നത്? ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഉത്തരം എഴുതി. ഓക്കെ, പക്ഷെ ആ ഉത്തരത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ ആ ഉത്തരം മലയാളത്തിൽ കംപ്ലീറ്റ്ലി തെറ്റാണ്. ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി തെറ്റ്. അപ്പോൾ ഇംഗ്ലീഷ് ഉത്തരം ശരിയാണ്, മലയാളം ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി, ഇപ്പം നമ്മൾ അടുത്തിരിക്കുന്ന ആൾ മലയാളം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഇംഗ്ലീഷ് എടുത്തു, ഇംഗ്ലീഷ് ഓക്കെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മലയാളം എടുത്ത ആൾക്ക് മലയാളം ട്രാൻസ്ലേഷൻ എറർ ഉണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തില്ല? അത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ വരുന്ന കേസിൽ മലയാളം ഓപ്റ്റ് ചെയ്ത ആൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. പക്ഷെ ഇംഗ്ലീഷ് എഴുതിയ ആൾക്ക് കിട്ടില്ല. ഇനി നിങ്ങൾ ഈ ഇംഗ്ലീഷ് എഴുതിയിട്ട് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളം ഉത്തരം നിങ്ങൾക്ക് ക്ലിയർ അല്ല.
അപ്പം നിങ്ങൾ മലയാളത്തെ ആൻസർ കറക്റ്റ് ചെയ്ത് മീൻസ് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഓപ്റ്റ് ചെയ്ത ലാംഗ്വേജ് തന്നെ ആയിരിക്കണം നമ്മൾ ഉത്തരം മാർക്ക് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നോ? ഇപ്പോൾ ഒരാൾ ഇംഗ്ലീഷ് എടുത്തു, ഒരാളിപ്പോൾ ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്തത്. ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്ത ആൾ ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം വരണം. അപ്പോൾ ആ കറക്റ്റ് ഉത്തരത്തിന്റെ മലയാളത്തിലോട്ട് പോയപ്പോൾ അതിലൊരു തെറ്റുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾക്ക് നമ്മുടെ ഇതനുസരിച്ച് മലയാളത്തിൽ എറർ ഉണ്ടെങ്കിൽ മലയാളം എഴുതിയ ആൾക്ക്, മലയാളം ഓപ്റ്റ് ചെയ്തിട്ട് മലയാളം എഴുതിയ ആൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്ത ആൾ മലയാളത്തിലോട്ട് പോയി എഴുതിയാൽ മാർക്ക് കിട്ടൂല. ഓക്കെ, അപ്പം നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് എന്താണോ അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, വെറുതെ ഇവർ മാർക്ക് തരുവല്ല, ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഒബ്ജക്ഷൻ കൊടുക്കണം. ഒബ്ജക്ഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഇതിൻ്റെ എതിരെ നമുക്ക് ഇപ്പോൾ മാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. വെറുതെ അവരങ്ങ് തരുമല്ല, ഒരുപാട് ഒബ്ജക്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് ഇപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് ഒരുപാട് ഒബ്ജക്ഷൻ കാര്യങ്ങൾ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന കണക്കായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, തിരിച്ച് റിപ്ലൈ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങളും കൂടെ ഇപ്പോൾ നമ്മുടെ എക്സാം എഴുതുന്ന ആൾക്കാരും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. റീജിയണൽ ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ലാംഗ്വേജ് തന്നെ നിങ്ങളെ ഉത്തരം മാർക്ക് ചെയ്യാൻ നോക്കുക. മറ്റേ ലാംഗ്വേജ് വരുവാണെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും എററോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. തിരിച്ച് ഇംഗ്ലീഷിലും വരാം, ഇംഗ്ലീഷിലും എറർ വരാം. ഇംഗ്ലീഷ് എററുണ്ട്, മലയാളത്തിൽ എറർ ഇല്ല. ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്ത ആൾക്ക് മാർക്ക് കിട്ടും, മലയാളം എഴുതിയവന് മാർക്ക് കിട്ടൂല. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ സെഷനിൽ കാണാം. താങ്ക് യു.